ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്നുള്ള കൺസെപ്റ്റാണ് പഠിച്ചത്. ഹൈബ്രിഡൈസേഷൻ എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ആ വീഡിയോ ഫുള്ളായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇന്നത്തെ ക്ലാസ് കാണുക. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് കൺസെപ്റ്റ് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇന്ന് ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ നോക്കാം. ഏതൊക്കെയാണ് ഓർബിറ്റൽസ്? എസ്, പി, ഡി, എഫ്. ഇതൊക്കെ അറ്റോമിക് ഓർബിറ്റൽസ് ആണ് അല്ലേ? ഈ അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ ഇൻ്റർമിക്സിങ്, അങ്ങനെയാണ് നമുക്ക് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹൈബ്രിഡൈസേഷൻ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ആ ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത അറ്റോമിക് ഓർബിറ്റൽസ് ഏതാണെന്നുള്ളത് നോക്കുക. ഓക്കെ, ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലുമാണ് ഓവർലാപ്പ് ചെയ്തത് എങ്കിൽ നമുക്ക് ഫോം ചെയ്യുന്നത് ഏത് ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും? എസ് പി ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. രണ്ട് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഫോം ചെയ്യുന്നത്. ഇനി ഒരു എസ് ഓർബിറ്റലും രണ്ട് പി ഓർബിറ്റൽസും തമ്മിലാണ് ഓവർലാപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹൈബ്രിഡൈസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഫോം ചെയ്യുന്നത് ഹൈബ്രിഡൈസേഷൻ sp2 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലാണ് ഫോം ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ദെൻ നമുക്ക് ഇനി നോക്കാം sp3 ഹൈബ്രിഡൈസേഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, നോക്കുക. sp3 ഹൈബ്രിഡൈസേഷൻ, ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി ഒരു എസ് ഓർബിറ്റലും 3 പി ഓർബിറ്റലും തമ്മിലാണ് ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഇവയ്ക്കൊക്കെ കമ്പയറബിൾ ആയിട്ടുള്ള എനർജി അല്ലെങ്കിൽ സെയിം എനർജി ആയിരിക്കണം അല്ലേ? അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് ഹൈബ്രിഡൈസ് ചെയ്യുള്ളൂ. അതേപോലെ ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആവാം. നോക്കുക, ഒരു എസ് ഓർബിറ്റലും 3 പി ഓർബിറ്റലും പി എക്സ്, പി വൈ, പി സെഡ്, അതാണ് 3 ഡയറക്ഷനിൽ നിൽക്കുന്നത്. നമുക്കറിയാം എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് സ്ഫെറിക്കൽ, പി ഓർബിറ്റലിൻ്റെ ഷേപ്പ് ഡംബൽ. ഓക്കെ, അങ്ങനെ ഒരു എസ് ഓർബിറ്റലും 3 പി ഓർബിറ്റൽസും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ട് എത്ര sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും? 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. കാരണം എന്താണ്? ടോട്ടൽ 4 അറ്റോമിക് ഓർബിറ്റൽസ് ആണ് ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ആ ഹൈബ്രിഡൈസേഷനെ നമ്മൾ sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് വിളിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ജോമെട്രി വരിക. ഇതിൻ്റെ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ് ആയിരിക്കും. ഇതിൻ്റെ ലോബ്സ് നിൽക്കുന്നത് ഒരു ടെട്രാഹെഡ്രൻ്റെ കോർണേഴ്സിലേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ ടെട്രാഹെഡ്രൽ ജോമെട്രിയാണ് വരിക. sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഇത്. ഓക്കെ, 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്തു. ക്ലിയർ ആയോ sp3 ഹൈബ്രിഡൈസേഷൻ എന്താണെന്നുള്ളത്? ഒരു എസ് ഓർബിറ്റലും 3 പി ഓർബിറ്റൽസും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ട് 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. ഇത് ഒരു ടെട്രാഹെഡ്രൻ്റെ 4 കോർണേഴ്സിലേക്കായിട്ടാവും നിൽക്കുന്നുണ്ടാവുക. അതിന് നമ്മൾ ടെട്രാഹെഡ്രൽ ജോമെട്രി വരും ആ മോളിക്യൂളിന്. ദെൻ ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. മീഥേൻ മോളിക്യൂൾ കൺസിഡർ ചെയ്യാം. CH4. നമുക്കറിയാം CH4ൽ കാർബണാണ് സെൻട്രൽ ആറ്റം വരുന്നത്. ഓക്കെ, കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6. ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. 1s2, 2s2, 2p2. ഈ 2p2 എന്ന് പറയുമ്പോൾ അത് 2pxൽ ഒരു ഇലക്ട്രോൺ, 2pyൽ ഒരു ഇലക്ട്രോൺ, 2pz വാക്കൻ്റ് ആയിട്ട് കിടക്കുന്നു. ഇതാണ് കാർബണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ വരുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, നമുക്കറിയാം ഇവിടെ 2 അറ്റോമിക് ഓർബിറ്റൽസ് ആണ് ഹാഫ് ഫിൽഡ് ആയിട്ട് ഉള്ളൂ. അപ്പോൾ CH4 ബോണ്ട് 4 എണ്ണം ഫോം ചെയ്യണമെങ്കിൽ എത്ര എണ്ണം വേണം? ഒരു 2 എണ്ണം കൂടിയും എക്സ്ട്രാ വേണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കാർബണെ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വിടും. ആ സമയത്ത് എന്ത് സംഭവിക്കും? 2sലുള്ള ഒരു ഇലക്ട്രോണ് ജമ്പ് ചെയ്തിട്ട് 2pzലേക്ക് പോകും. അങ്ങനെ 4 ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസ് വരും കാർബണിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ. ഓക്കെ, അപ്പോൾ 4 ഓർബിറ്റൽസ്, അതായത് 2p ഓർബിറ്റലും അതേപോലെ തന്നെ 2s ഓർബിറ്റലും, ഇവയ്ക്ക് കമ്പയറബിൾ ആയിട്ടുള്ള എനർജി ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇത് ഹൈബ്രിഡൈസ് ചെയ്യും. അങ്ങനെ നമുക്കറിയാം CH4 മോളിക്യൂൾ എന്ന് പറയുമ്പോൾ
CH ബോണ്ട് 4 എണ്ണം ഉണ്ട്. ഇത് ഹാഫ് ഫിൽഡ് ആയതുകൊണ്ടും കമ്പയറബിൾ എനർജി ആയതുകൊണ്ടും ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായിട്ട് ഇത് ഓവർലാപ്പ് ചെയ്യും. അങ്ങനെ CH സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. എത്ര സിഗ്മ ബോണ്ട് ഫോം ചെയ്യും? 4 CH സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ഓർബിറ്റൽസ് ആണ് ഇവിടെ ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? ഒരു S ഓർബിറ്റലും 3 P ഓർബിറ്റൽസും. അതുകൊണ്ട് നമുക്ക് sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. എത്ര എണ്ണം? 4 എണ്ണം. ക്ലിയർ ആയല്ലോ? ദെൻ sp3 ഹൈബ്രിഡൈസേഷനിൽ ഈ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസും ഒരു ടെട്രാഹെഡ്രലിൻ്റെ 4 കോർണേഴ്സിലേക്കായിട്ട് നിൽക്കും. അവയുടെ ജോമെട്രി എന്ന് പറയുന്നത് ടെട്രാഹെഡ്രൽ ജോമെട്രി ആയിരിക്കും. ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ് ആയിരിക്കും. പിന്നെ CH ബോണ്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 109 ആംസ്ട്രോങ് ആയിരിക്കും. ഈ 4 CH ബോണ്ടും ഐഡൻറ്റിക്കൽ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് മീഥെയ്ൻ മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ മീഥെയ്ൻ്റെ ഹൈബ്രിഡൈസേഷൻ ഏതാണ്? sp3 ഹൈബ്രിഡൈസേഷനാണ് നടക്കുന്നത്. ഓക്കെ, 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഫോം ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ മീഥെയ്നിൻ്റെ ഹൈബ്രിഡൈസേഷൻ നമ്മൾ പറഞ്ഞു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഈഥെയ്ൻ മോളിക്യൂൾ കൺസിഡർ ചെയ്യുക. C2H6. ഓക്കെ, അതായത് CH3 ബോണ്ട് CH3 അതാണ് വരിക. ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മീഥെയ്നിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ 2 കാർബൺ ആറ്റംസ് ഇല്ലേ? അപ്പോൾ ഈച്ച് കാർബൺ ആറ്റത്തിലും sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും, അല്ലെങ്കിൽ sp3 ഹൈബ്രിഡൈസേഷൻ നടക്കും. ഓക്കെ, അപ്പോൾ നോക്കുക, നേരത്തെ കേസ് തന്നെ കാർബൺ ആണ് സെൻട്രൽ ആറ്റം. അറ്റോമിക് നമ്പർ പറയുക, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഗ്രൗണ്ട് സ്റ്റേറ്റും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എക്സൈറ്റഡ് സ്റ്റേറ്റും. ഓക്കെ, ഇവിടെ 4 ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ട്. അവ ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് 4 sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഇതാണ് ഈച്ച് കാർബൺ ആറ്റത്തിൻ്റെ കേസിലും നടക്കുന്നത്. ഓക്കെ, ദെൻ ഇനി എന്താ സംഭവിക്കുന്നത്? ഈ ഈച്ച് കാർബണിൻ്റെ ഒരു sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ മറ്റേ കാർബണിൻ്റെ ഒരു sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. അതിൻ്റെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 1.54 ആംസ്ട്രോങ് ആയിരിക്കും. ഓക്കെ, ബാക്കിയൊക്കെ കാർബണിൻ്റെ ഹൈബ്രിഡ് ഓർബിറ്റൽസ് 3 എണ്ണല്ലേ, അത് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 1s ഓർബിറ്റലുമായിട്ട് ആക്സിയലി ഓവർലാപ്പ് ചെയ്തിട്ട് CH സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. CH സിഗ്മ ബോണ്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 109 ആംസ്ട്രോങ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ദെൻ ആംഗിള് ഇതേപോലെ ടെട്രാഹെഡ്രലിൻ്റെ 109 ഡിഗ്രി 28 മിനിറ്റ് തന്നെയാണ് ബോണ്ട് ആംഗിൾ വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് ഈഥെയ്ൻ മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മീഥെയ്നിലും അതേപോലെ തന്നെ ഈഥെയ്നിലൊക്കെ sp3 ഹൈബ്രിഡൈസേഷനാണ് നടക്കുന്നത്. നെക്സ്റ്റ് അമോണിയയുടെ കേസ് നോക്കുക. NH3 നൈട്രജൻ ആണ് സെൻട്രൽ ആറ്റം. നൈട്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p3. ഓക്കെ, നമ്മൾ ഓർബിറ്റൽസിനെ വരയ്ക്കുമ്പോൾ 1sൽ 2 ഇലക്ട്രോൺ, 2sൽ 2 ഇലക്ട്രോൺ, 2pxൽ 1, 2pyൽ 1 ഇലക്ട്രോൺ, 2pzൽ 1 ഇലക്ട്രോൺ. ഓക്കെ, ദെൻ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ NH3 മോളിക്യൂളിൽ നൈട്രജൻ്റെ 2s ഓർബിറ്റലിനും 2p ഓർബിറ്റൽസിനും കമ്പയറബിൾ ആയിട്ടുള്ള എനർജി അല്ലേ? സോ ഒരു 2s ഓർബിറ്റലും 3 2p ഓർബിറ്റൽസും തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്തിട്ട് 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇത് 4 എണ്ണം കൂടിയിട്ട് ഹൈബ്രിഡൈസ് ചെയ്തിട്ട് 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. നമുക്കറിയാം ഇവിടെ നൈട്രജൻ്റെ കേസിൽ ഒരു ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡാണ്, 3 ഓർബിറ്റൽ ഹാഫ് ഫിൽഡാണ് അല്ലേ? ഈ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റലാണ് NH3 മോളിക്യൂളിൽ ലോൺ പെയർ ആയിട്ട് നിൽക്കുന്നത്, ഈ 2 ഇലക്ട്രോൺ. ഓക്കെ, ലോൺ പെയർ ആയിട്ട് നിൽക്കുന്നത് ആരാണ്? ഈ 2sലുള്ള ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ദെൻ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഈ 3 ഹൈബ്രിഡ് ഓർബിറ്റൽസും എന്താ ചെയ്യുന്നത്? ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് NH ബോണ്ട് 3 NH ബോണ്ട് ഫോം ചെയ്യും. ക്ലിയർ ആയല്ലോ? ദെൻ നമുക്കറിയാം ഇവിടെ ലോൺ പെയേഴ്സും ഉണ്ട്, ബോണ്ട് പെയേഴ്സും ഉണ്ട്.
ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ റിപ്പൾഷൻ. അതിൻ്റെ റിസൾട്ടായിട്ട് ഇതിൻ്റെ ജോമെട്രി NH3 മോളിക്യൂളിൻ്റെ ജോമെട്രി എന്ന് പറയുന്നത് ഒരു ടെട്രാഹെഡ്രൽ ജോമെട്രിയിൽ നിന്ന് കുറഞ്ഞിട്ട് കുറച്ചും കൂടി അടുത്ത് വരും. ബോണ്ടൊക്കെ കുറച്ചും കൂടി അടുത്ത് വന്നിട്ട് എന്തായിട്ട് മാറും? പിരമിഡൽ ജോമെട്രി ആയിട്ട് മാറും. ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റിൽ നിന്നും റെഡ്യൂസ് ചെയ്തിട്ട് 107 ഡിഗ്രിയിലേക്ക് മാറും. റീസൺ എന്താണ്? ഈ NH3 മോളിക്യൂളിൽ ലോൺ പെയർ ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് കാരണം അവിടെ ബോണ്ട് പെയർ റിപ്പൾഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ റിപ്പൾഷൻ. അതുകൊണ്ടാണ് ഒരു ടെട്രാഹെഡ്രൽ ജോമെട്രിയിൽ നിന്നും പിരമിഡൽ ജോമെട്രിയിലേക്ക് മാറിയത്, ബോണ്ട് ആംഗിളും റെഡ്യൂസ് ചെയ്തത്. ക്ലിയർ ആയല്ലോ? ഇതാണ് NH3 മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷൻ. sp3 ഹൈബ്രിഡൈസേഷനാണ് ഇവിടെ നടക്കുന്നത്. നൈട്രജൻ്റെ ഒരു കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റലും 3 ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസുമാണ് ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് 4 എണ്ണം ഫോം ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ളത് ലോൺ പെയർ ആയിട്ട് നിൽക്കും. ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 3 ഓർബിറ്റൽസ് 3 NH ബോണ്ട് ഫോം ചെയ്യും. എങ്ങനെയാണ്? ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് മോളിക്യൂൾ നോക്കാം. നെക്സ്റ്റ് വാട്ടർ മോളിക്യൂള് കൺസിഡർ ചെയ്യുക. H2O. ഇവിടെ ഓക്സിജൻ ആണ് സെൻട്രൽ ആറ്റം വരുന്നത്. ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p4 ആണ്. ഓർബിറ്റൽസ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 1sൽ 2 ഇലക്ട്രോൺ, 2sൽ 2 ഇലക്ട്രോൺ, 2pxൽ 2 ഇലക്ട്രോൺ, 2pyൽ 1 ഇലക്ട്രോൺ, 2pzൽ 1 ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ ഓക്സിജൻ്റെ കേസിൽ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ 2s ഓർബിറ്റലും 2p ഓർബിറ്റലും കൂടിയിട്ട് ഹൈബ്രിഡൈസ് ചെയ്തിട്ട് 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. ഇതിൽ നമുക്ക് കാണാം 2 ഓർബിറ്റൽസ് കംപ്ലീറ്റ്ലി ഫിൽഡാണ്, 2 എണ്ണം ഹാഫ് ഫിൽഡും ആണ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 2 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. അങ്ങനെ OH സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു, 2 എണ്ണം. ഓക്കെ, ഈ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ലോൺ പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. 2 ലോൺ പെയേഴ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? ദെൻ ഇനി എന്താ സംഭവിക്കുന്നത്? റിപ്പൾഷൻ്റെ കേസ് വരികയാണ്. ഇവിടെ ലോൺ പെയർ റിപ്പൾഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ ദാൻ ബോണ്ട് പെയർ റിപ്പൾഷൻ. അങ്ങനെ ഈ റിപ്പൾഷൻ കാരണം എന്ത് സംഭവിക്കും? ഇതിൻ്റെ ജോമെട്രി, വാട്ടർ മോളിക്യൂളിൻ്റെ ജോമെട്രി ഒരു ടെട്രാഹെഡ്രൽ ജോമെട്രിയിൽ നിന്നും റെഡ്യൂസ് ചെയ്തിട്ട്, ബോണ്ട് ആംഗിളൊക്കെ റെഡ്യൂസ് ചെയ്തിട്ട് എങ്ങനെയായിട്ട് മാറും? വി ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ ആംഗുലാർ ഷേപ്പായിട്ട് വാട്ടർ മോളിക്യൂളിൻ്റെ ജോമെട്രി മാറുന്നു. ബോണ്ട് ആംഗിൾ നോർമലായിട്ടുള്ള 109 ഡിഗ്രി 28 മിനിറ്റിൽ നിന്നും റെഡ്യൂസ് ചെയ്തിട്ട് 104.5 ഡിഗ്രി ആയിട്ട് വരുന്നു. ഇതാണ് വാട്ടർ മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് sp3 ഹൈബ്രിഡൈസേഷനാണ്. മീതെയിൻ, ഈതെയിൻ, അമോണിയ, അതേപോലെ തന്നെ വാട്ടർ മോളിക്യൂൾസിൻ്റെ കേസ് നമ്മൾ കണ്ടു. ഇതിലൊക്കെ sp3 ഹൈബ്രിഡൈസേഷനാണ് നടക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് sp2 ഹൈബ്രിഡൈസേഷൻ നോക്കാം. ഓക്കെ, എന്തായിരിക്കും sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു s ഓർബിറ്റലും 2 p ഓർബിറ്റൽസും തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്തിട്ടായിരിക്കും sp2 ഹൈബ്രിഡൈസേഷൻ ഫോം ചെയ്യുന്നത്. എത്ര sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഫോം ചെയ്യും? 3 എണ്ണം. കാരണം എന്താണ്? ഒരു എസ്സും 2 പിയും ആണ് ഉള്ളത്. അങ്ങനെ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. നമ്മൾ പറഞ്ഞു ഒരു s ഓർബിറ്റലും 2 p ഓർബിറ്റൽ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഇവിടെ നോക്കുക, 2sഉം 2pക്കും കമ്പയറബിൾ ആയിട്ടുള്ള എനർജിയാണ്. നമുക്കറിയാം 2pയിൽ 2px 2py 2pz ഉണ്ട്. പക്ഷേ sp2 ഹൈബ്രിഡൈസേഷനിൽ ഒരു എണ്ണം, ഒരു p ഓർബിറ്റൽ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റലാണ്. അത് ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ നിൽക്കുകയാണ്. നോക്കുക, ഇവിടെ ഇത് ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു s ഓർബിറ്റലും 2 p ഓർബിറ്റൽസും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ട് sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്തു. അതൊരു ഈക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ കോർണേഴ്സിലേക്കാണ് അത് ഡയറക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ അതിൻ്റെ ജോമെട്രി എന്ന് പറയുന്നത് ട്രൈഗണൽ പ്ലാനാർ ജോമെട്രിയാണ്. ബോണ്ട് ആംഗിൾ 120 ഡിഗ്രിയാണ് വരിക. ഈ ഒന്ന് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്ന ഒരു p ഓർബിറ്റൽ
അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള പി ഓർബിറ്റൽ ആണ്. അത് ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് എക്സാമ്പിൾസ് വെച്ചിട്ട് നോക്കാം. BF3യുടെ കേസ് നോക്കാം. ബോറോൺ ആണ് സെൻട്രൽ ആറ്റം. ബോറോണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p1 ആണ്. ഓർബിറ്റൽസിന് നമുക്ക് ഇങ്ങനെ കാണിക്കാം. നമുക്കറിയാം ബോറോൺ ട്രൈവാലൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെയാണെങ്കിലോ ഒരു ഹാഫ് ഫീൽഡേ ഉള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുക? ബോറോൺ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് ബോറോണിൻ്റെ 2sലുള്ള ഒരു ഇലക്ട്രോണ് 2pയിലേക്ക് ജമ്പ് ചെയ്യും. അങ്ങനെ 2sൽ 1 ഇലക്ട്രോൺ, 2pയിൽ ടോട്ടൽ 2 ഇലക്ട്രോണും വരും. അങ്ങനെ 3 ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഒരു s ഓർബിറ്റലും 2 p ഓർബിറ്റൽസും കൂടി ഹൈബ്രിഡൈസ് ചെയ്തിട്ട് 3 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. 3 എണ്ണം. ക്ലിയർ ആയല്ലോ? ദെൻ എന്താ സംഭവിക്കുന്നത്? ഈ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് BF ബോണ്ട് 3 എണ്ണം ഫോം ചെയ്യും. ക്ലിയർ ആയല്ലോ? ദെൻ ഇത് ഒരു ഈക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ കോർണേഴ്സിലേക്കാണ് ഡയറക്റ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ട്രൈഗണൽ പ്ലാനാർ ജോമെട്രി വരും. ഈച്ച് ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി ആണ് വരുന്നത്. ക്ലിയർ? ഇതാണ് BF3 മോളിക്യൂളിൻ്റെ ഹൈബ്രിഡൈസേഷൻ. sp2 ഹൈബ്രിഡൈസേഷൻ ആണ് BF3യിൽ നടക്കുന്നത്. ക്ലിയർ? നെക്സ്റ്റ് മോളിക്യൂൾ നോക്കാം. C2H4 കൺസിഡർ ചെയ്യുക. ഓക്കെ, 2 കാർബൺ ആറ്റംസ് അല്ലേ, 4 ഹൈഡ്രജൻ ആറ്റവും. ഇവിടെ കാർബൺ ആണ് സെൻട്രൽ ആറ്റം വരുന്നത്. കാർബണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p2 ആണ്. ദെൻ നമുക്കറിയാം കാർബൺ എത്രയാണ്? ടെട്രാ വാലൻ്റ് ആണ്. അപ്പോൾ 2sലുള്ള ഒരു ഇലക്ട്രോണ് 2pയിലേക്ക് ജമ്പ് ചെയ്യുന്നു. അങ്ങനെ ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള 4 ഓർബിറ്റൽസ് ഉണ്ട് കാർബണിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു s ഓർബിറ്റലും 2 p ഓർബിറ്റൽസും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ട് sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു 3 എണ്ണം. ഒരു p ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ നിൽക്കുന്നുണ്ട്. അതിന് നമ്മൾ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ എന്ന് വിളിക്കുന്നു. ക്ലിയർ? ഇനി എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ കാർബണിൻ്റെ ഈ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസിലെ ഒരെണ്ണം, 3 എണ്ണത്തിലെ ഒരെണ്ണം തൊട്ടടുത്തുള്ള, അതായത് മറ്റേ കാർബണിൻ്റെ ഇതേപോലെ തന്നെ സെയിം കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവുമല്ലോ ഹൈബ്രിഡൈസേഷൻ. 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസും ഒരെണ്ണം അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടും നിൽക്കുന്നുണ്ടായിരിക്കും. ഇനി നോക്കുക, ഈ ഒരു ഇത് കൺസിഡർ ചെയ്യാം. ഈ ഒരു കാർബൺ ആറ്റത്തിൻ്റെ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റലിൻ്റെ ഒരെണ്ണം നെക്സ്റ്റ് കാർബണിൻ്റെ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസിലെ ഒരു ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് കാർബൺ കാർബൺ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസിലെ ഒരെണ്ണം പോയി. ഇനി എത്ര എണ്ണം ഉണ്ട്? 2 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ട് ഈ ഈച്ച് കാർബൺ ആറ്റത്തിനും. അവ ഹൈഡ്രജൻ്റെ ഓരോ ഹൈഡ്രജൻ്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് CH സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇതുവരെ ക്ലിയർ ആയല്ലോ? ദെൻ ഇനി ഈ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള p ഓർബിറ്റൽ ഉണ്ട് അല്ലേ? ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആൾ, അയാൾ എന്താ ചെയ്യുന്നത്? അയാൾ തൊട്ടടുത്ത കാർബണിലും ഇതേപോലെ തന്നെ അൺഹൈബ്രിഡൈസ്ഡ് ഉണ്ട്. അവർ രണ്ടാളും തമ്മിൽ സൈഡ് വൈസ് അങ്ങോട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് CC പൈ ബോണ്ട് ഫോം ചെയ്യുന്നു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, പൈ ബോണ്ട്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. CH2 ഡബിൾ ബോണ്ട് CH2 ആയി. അതിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിലെ ഒരു ബോണ്ട് CC ബോണ്ട് സിഗ്മ ബോണ്ടാണ്, ഒരു CC ബോണ്ട് പൈ ബോണ്ടാണ്. പൈ ബോണ്ട് ഫോം ചെയ്തത് 2 കാർബണിൻ്റെയും അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള p ഓർബിറ്റൽസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ്, സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്തിട്ടാണ്. ദെൻ CH സിഗ്മ ബോണ്ടാണ് ഉള്ളത്, ഒരു CC സിഗ്മ ബോണ്ട് ഉണ്ട്, ഒരു CC പൈ ബോണ്ട് ഉണ്ട്. ഒന്നും കൂടി പറഞ്ഞു തരാം. കാർബണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കുക, എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കാണിക്കുക. ഇവിടെ 4 ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ട് കാർബണിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ. ഇതിൽ
ഒരു എസ് ഓർബിറ്റലും 2 പി ഓർബിറ്റലും തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്തിട്ട് 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്തു. ഒരു പി ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ നിൽക്കുന്നുണ്ട്. അതിനെ നമ്മൾ അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ എന്ന് വിളിച്ചു. ഇനി ഈ 3 എണ്ണത്തിലെ, അതായത് ഈച്ച് കാർബൺ ആറ്റവും sp2 ഹൈബ്രിഡൈസേഷൻ ആയിട്ടുണ്ട്. ദെൻ ഈ 3 എണ്ണത്തിലെ ഒരു sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഈ കാർബണിൻ്റെ sp2 ഹൈബ്രിഡ് ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. റിമൈനിങ് ആയിട്ടുള്ള 2 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ട്. അത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് എന്ത് CH സിഗ്മ ബോണ്ട് ഫോം ചെയ്തു. അങ്ങനെ നമുക്ക് sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് അൺഹൈബ്രിഡൈസ്ഡ് ആണ് അല്ലേ. ഈച്ച് കാർബണിലും അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു പി ഓർബിറ്റൽ ഉണ്ട്. അവ തമ്മിൽ സൈഡ് വൈസ് അങ്ങോട്ട് ഓവർലാപ്പ് ചെയ്തിട്ട് പൈ ബോണ്ട് ഫോം ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? ഇതാണ് C2H4 മോളിക്യൂളിൻ്റെ കേസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് sp3 ഹൈബ്രിഡൈസേഷനും sp2 ഹൈബ്രിഡൈസേഷനുമാണ്. എന്താണെന്നുള്ളത് കണ്ടു, ഓരോ മോളിക്യൂൾസ് വെച്ചിട്ടും കണ്ടു. ഓരോന്നിനും എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. അതായത് ഒരു മോളിക്യൂൾ കിട്ടിക്കഴിഞ്ഞാൽ ആ മോളിക്യൂളിൽ ഏത് ഹൈബ്രിഡൈസേഷനാണ് നടക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് എക്സാംസിന് ചോദിക്കുക. അത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ ഇനിയുണ്ട് ഹൈബ്രിഡൈസേഷൻ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും താങ്ക് യു.